കെ വിജയരാഘവനായിരുന്നു താൽക്കാലിക ചുമതല. അതിനുശേഷം അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ മാറ്റിയാണ് ഗോവിന്ദൻ മാഷ് വരുന്നത്. അല്പം കൂടി CM-നെ അടിമയാക്കാൻ പറ്റിയത് MV ഗോവിന്ദൻ തന്നെയാണ് എന്നൊരു നിഗമനത്തിലായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ്. ഐ ഡോണ്ട് നോ ദാറ്റ്. എന്തായാലും ആകത്തുക റിസൾട്ട് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സിസ്റ്റത്തിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിരുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ പാർട്ടി നേരിടുന്നത്. ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഈ ഘട്ടം കൂടി കഴിഞ്ഞു പോകണം കേട്ടോ. ഇത് എന്താ പറയാ, ഈ കാറ്റ് കൂടി കടന്നു പോയാൽ ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും തലകുത്തിയാൽ പോലും തലകുത്തി നിന്നാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. അത് അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ആ പാർട്ടിയെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ആ പാർട്ടി സഖാക്കളെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഞാനതിനെ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഒരു വീണ്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അത് മുടങ്ങിപ്പോകരുത് എന്ന എന്താ പറയുക, എൻ്റെ ധാർമ്മിക ബാധ്യതയാണ് ഞാൻ ഈ നിമിഷം വരെ ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നാൽ ആ ബാധ്യത കഴിയാൻ പോവാ, ആ ബാധ്യത എന്നെ അത് കഴിയാൻ പോവാ. ഞാൻ കുറച്ചുകൂടി തുറന്നു പറയും ഞാൻ. അപ്പം അങ്ങനെ പോകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ പോട്ടെന്ന്. ഇപ്പം രക്തസാക്ഷികളുടെയും പറയുന്ന AKGയുടെയും EMSൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ രക്തസാക്ഷികളാക്കിയ ആളുകളെക്കുറിച്ച്, അവരെ രക്തസാക്ഷിയാക്കിയവരെ മഹത്വവൽക്കരിക്കുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. RSS ഏറ്റവും നല്ല വലിയ സംഘടനയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കൾ. ആ കുടുംബങ്ങൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഈ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നു. അവിടെയാണ് ഇതിൻ്റെ വിഷയം.